നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ്. തുറന്നു പറച്ചിലുകൾ നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രമാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമുക്കെതിരെയുള്ള ആയുധങ്ങളാകും. നിങ്ങളെ ഒരാൾ ഉപദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ എനിക്കത് അറിയാം എന്ന് അല്ല പറയേണ്ടത്, മറിച്ച് അത് ശരിയാണ് എന്ന് വേണം പറയാൻ. ഇതാണ് തന്ത്രപരമായൊരു മറുപടി. ഒരിക്കൽ പ്രണയിതാക്കളായി പിരിഞ്ഞവർ പിന്നീട് നല്ല സുഹൃത്തുക്കൾ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. ചെവിയുടെ അടുത്ത് വായയും ഉണ്ടെന്ന് ഓർമ്മ വേണം. കൂടുതൽ വെളിച്ചം ആരെയും അസ്വസ്ഥരാക്കും. കുറച്ച് ഇരുട്ടും അത്യാവശ്യമാണ്. അതുപോലെയാണ് ജീവിതവും. സുഖവും ദുഃഖവും ആവശ്യമാണ്. മറ്റുള്ളവരെ നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോൽ കൊണ്ട് തന്നെ മറ്റുള്ളവർ നമ്മളെയും അളക്കുമെന്ന് ഓർക്കുക. എന്തിലും കുറ്റവും പോരായ്മയും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരിലെ ഗുണങ്ങൾ കാണാൻ കഴിയില്ല. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരും എന്ന് അർത്ഥമില്ല, പക്ഷേ അത് നിങ്ങൾക്ക് വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി നൽകും. നാക്ക് എന്ന ശക്തമായ ആയുധം കൊണ്ട് പലരും മറ്റുള്ളവരുടെ മനസ്സ് കീറിമുറിക്കുന്നു. നിഷ്കളങ്കത എന്നത് ഒരു പോരായ്മയല്ല. അവർ ചിന്തിക്കുന്നത് എല്ലാവരും അവരെ പോലെ ശുദ്ധ മനസ്കരാണെന്നാണ്. മലിനമായ ജലം ഒരിക്കലും ചെടികളെ നശിപ്പിക്കുന്നില്ല, കാരണം ചെടികൾ നല്ലത് മാത്രം വലിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ നമ്മളും ജീവിക്കുന്ന പരിതസ്ഥിതിയിൽ നിന്നും നല്ലത് മാത്രം ഉൾക്കൊള്ളുക. എല്ലാ അധ്യാപകരും ഒരിക്കൽ വിദ്യാർത്ഥികളായിരുന്നു. എല്ലാ വിദഗ്ധരും ഒരിക്കൽ തുടക്കക്കാരായിരുന്നു. എല്ലാ വിജയിയും ഒരിക്കൽ പരാജിതനായിരുന്നു. എന്നാൽ ഇവരെല്ലാം തങ്ങളുടെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന തോന്നൽ നമുക്കുള്ളിടത്തോളം നമ്മൾ പരാജിതരാവില്ല. ഒരു പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ കുറച്ചു മാത്രം അവൾക്ക് നൽകുന്നു. എന്നാൽ ഒരു സ്ത്രീ പുരുഷനെ സ്നേഹിക്കുമ്പോൾ അവളുടെ സർവവും നൽകുന്നു. താൻ എത്ര പുരുഷന്മാരുടെ കൂടെ സമയം ചെലവഴിച്ചിട്ടുണ്ട് എന്ന സത്യം ഒരു സ്ത്രീയും തന്റെ പങ്കാളിയോട് പറയുകയില്ല. മറ്റുള്ളവരുടെ ജീവിതമായി ഒരിക്കലും നമ്മളെ താരതമ്യപ്പെടുത്തി നോക്കരുത്. സൂര്യനും ചന്ദ്രനും 2 സമയങ്ങളിലാണ് ശോഭിക്കുന്നത്. നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയതെന്ന സത്യം അറിയില്ല. അത്തരക്കാരെ വിട്ടുകളയുക. നിങ്ങളുടെ സമയത്തിൽ സ്വാർത്ഥനാകുക, കാരണം എല്ലാവരും നിങ്ങളുടെ സമയം അർഹിക്കുന്നില്ല. നിങ്ങൾ വിജയിക്കുമ്പോൾ മാത്രമേ ആളുകൾ നിങ്ങളുടെ വില മനസ്സിലാക്കൂ. മഴയിൽ ആടി ഉലയേണ്ടതല്ല ജീവിതം, പേമാരിയിൽ നൃത്തം ചെയ്യാനുള്ളതാണ്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്